ആയിരിക്കത്തില്ലേ? അറിയാണ്ടോ എന്തറിയാണ്ട് കാണിച്ചെന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ അടിച്ചിട്ടിരിക്കണ അറിയാണ്ടായിരിക്കും. എല്ലാരോടും അലക്കാടാ രായണ്ണ കാറിലുണ്ടല്ലോ, രായണ്ണ കാറിലോ സംസാരിക്കും. ഇവിടെ നമ്മളെ നീലൻ ആരോ അടിച്ചിട്ടെന്ന് പറഞ്ഞു. അതെന്താണെന്ന് അറിയാൻ വേണ്ടിട്ടാണ് നമുക്ക് കോൾ കേട്ടിട്ടാ വന്നത്. അവരുടെ സൈഡിൽ നിന്ന് ആളറിയാണ്ടാണ് അടിച്ചത്. നമ്മളെ ആൾക്കാർക്ക് ഇത് മതി. തുടക്കം 2 വർഷം കൊട്ടി ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മള് ബൈക്കിൽ കൂടെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ റോഡിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നീല ബാക്കിൽ നിൽക്കുന്നുണ്ട്. നമ്മള് ബൈക്കിൽ മറ്റേ ബാക്കിൽ കാണിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ചേട്ടാ ഗ്യാങ്ങിൽ എന്താ കയറണേന്ന്, ഗ്യാങ്ങിൽ എങ്ങനെ കയറണേന്ന് ചോദിച്ചപ്പോഴേക്കും എന്തിനാ മിഡിൽ ഫിംഗർ കാണിച്ചു. അത് അറിയാണ്ടായതാ സോറി എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോ അവൻ പേടിപ്പിച്ച് ആദ്യം കുറെ നേരം ഇരുന്ന് പേടിപ്പിച്ചു. നമ്മള് പറഞ്ഞു ചേട്ടാ വേണ്ട വീട്, സോറി എന്ന് പറഞ്ഞ് കുറെ വട്ടം പറഞ്ഞു സോറി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീട് ചേട്ടാന്ന് വെടിവെച്ചു. അങ്ങനെയൊക്കെ പോയാലോ, അങ്ങനെയൊക്കെ പോയാലോ. ഇല്ല നമ്മളിപ്പോ മാന്യനല്ലേ, അതൊക്കെ നന്നായില്ലേ, അതൊക്കെ നന്നായില്ലേ. ഇല്ലെങ്കിൽ പാസ്വേഡ് എന്നെ കിട്ടുവേ. അവിടെ ആഘോഷം തുടങ്ങി. അവിടെ നാളെ കണ്ടന്റ് വരും. പറഞ്ഞപ്പോൾ ടിവിയെ കേവിയെ തല്ലിയപ്പോൾ നാളെ തുടങ്ങി. സമാധാനം പോയി. എന്ത് പറയാനാ, ഒരു വാറുണ്ട്. പോയിട്ട് ആരായിട്ടാ വാറ്? ഓക്കെ അടിച്ചിട്ടിട്ട് നീയൊക്കെ അടിച്ചിട്ടിട്ട് നീയൊക്കെ തന്നെ കേറ്. ഓ പറ. പിന്നെ അവര് ഫ്രീ ആന്ന് പറഞ്ഞു, ഞാൻ ഫ്രീ അല്ല. അതൊന്നുമില്ലല്ലോ, കേവിയായിട്ട് ചെറിയൊരു കഴിഞ്ഞു. ഇത് ആരാ? ഇറ്റാച്ചിയാണ് ആള്. മെക്കിട്ട് അങ്ങനൊക്കെ പോയാലോ. മെക്കിട്ട് കയറിട്ട് നീയൊക്കെ എന്താ അവിടെ പടക്കമൊക്കെ പൊട്ടി. നീ ഇവിടെ വെളി പടക്കമൊക്കെ പൊട്ടത്. ആര്? ഏത് അങ്ങ്? അപ്പൊ എങ്ങനാ എംഎസ്ഐറ്റിലല്ലേ? ഇന്നിപ്പം എന്തായാലും ഒരെണ്ണം നടക്കും. എംഎസ്ഐറ്റും കയറിയിട്ടുണ്ട് ഗ്യാങ്ങായിട്ട്. എംഎസ്ഐറ്റി അത് പഴയ എംഎസ്ഐറ്റി അല്ല, ഇത് മറ്റേ ടെക്സാസ് പ്ലേയേഴ്സാ മൊത്തം. ട്രിപ്പിൾ എക്സ് ടെക്സാസ് പ്ലേയേഴ്സ്. അതെനിക്കൊന്ന് പഴയ എംഎസ്ഐറ്റിയിലെ പാമ്പ് മാത്രമേ എന്തോ ഉള്ളു. ആ കല്ല് മാത്രമേ ഉണ്ട്. അവനുമായിട്ട് ഇനി തടിയൊന്നും ഇല്ലല്ലോ. ഹലോ ബ്രോ. ഹലോ ബ്രോ. പേരെന്താണ്? ഗ്യാങ്ങാ? ഏത് ഗ്യാങ്? ഓക്കെ. സുഖല്ലേ? എന്താ ബ്രോ, എന്താ ചെവിക്ക് കോണല് വല്ലതും ഉണ്ടോ? ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നു, വിടുന്നില്ല. ആരടിച്ച്? ഇത് ബേബി.
ബേബി ഒന്നല്ലത്. എടാ കാറ്റാടി അങ്ങല്ലേ എന്റെ ലക്ഷ്യം ആദ്യം MS-13 ഞാൻ അടിക്കണമെന്നാ. സ്റ്റേറ്റ് എടാ MS-13 വന്ന് കാറ്റാടിയും വന്ന് നോട്ടുന്ന്. അപ്പൊ മറ്റേത് വന്നില്ലടാ, മറ്റേ Z-13 വന്നില്ലേ, മറ്റേ സോഡിയാക്ക് വന്നല്ലേ? ആഹാ ഓ രാണ എവിടെ സറന്ന് പറയുന്നത് ഓജി സറ ലാസ്റ്റ് കളിച്ച ബാക്കി പ്ലേയേഴ്സ്. രാണ കേറിക്കോ വേണ്ട, തല്ലിയിട്ട് നിന്റെ കേറ്റലൊന്നും വേണ്ട, മനസ്സിലായ? കക്കാശി അവിടെ നിന്നെയാണോ? കക്കാശിയെ നിന്നെ കക്കൂസായിക്കാൻ കൊണ്ടുവരാ ഇപ്പൊ തൂക്കിയെടുത്ത്. ദൈവത്തെ ഓർത്തി വണ്ടി എടുത്തത് പോണ ഇങ്ങനെ ബാക്കിയുള്ളവരുടെ അടുത്ത്. എടാ പറയടാ സ്നേഹിപ്പേ, തോളത്ത് കയറ്. അണ്ണാ അത് സംഭവിച്ച നീലനും ഇറ്റാച്ചിയും വണ്ടിയിൽ ഇങ്ങനെ ഇറങ്ങുമായിരുന്നു. അപ്പൊ ഇവിടെ ഡെഞ്ചി ഉള്ള ഒരു പ്ലെയർ ജോണിയപ്പാപ്പോ പിള്ളേരെ തല്ലിട്ടങ്ങ് നേരെ നിക്കാതെ വിചാരിച്ചോ? അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. എന്നിട്ട് അവൻ നീലനെ അടിച്ചിട്ട് അപ്പൊ അവനെ അടിച്ചിട്ട് ഇല്ല അവര് ആളറിഞ്ഞൂടാതെ ആളറിഞ്ഞൂടാ, അവർക്ക് അറിയാലോ. കേറാ വേറെ വള്ളി പിടിക്കാൻ നോക്കണം. പോട്ടെ അവിടെ നമ്മളെ എന്നാ അണ്ണു കയറിട്ട് അണ്ണുന്റെ ബാക്കിലായാലും കയറിയടി. അണ്ണു കയറി ഞാൻ കയറി. ഒരാളോടെ കയറി രാണ കയറി രാണോ വണ്ടി നീ ഒന്ന് മാറിക്കൂടെ കേറ്. ഔട്ടോ ഓക്കെ ഓക്കെ Let's go. നമുക്ക് നേരെ ഊത്താണ് ലക്ഷ്യം. ഇല്ലടാ ഊത്തില്ല. ആ ടർഫ് വിളിച്ചു കൂടെ ടർഫ് വിളിച്ച് ഊത്ത് പോയി. ഓക്കെ ഓക്കെ അവിടെ വെച്ച് ഈ അല്ല, അവനല്ല. ഊത്ത് ടർഫ് വിളിച്ച് അപ്പോഴേ പോയി ഇറങ്ങി. അപ്പഴേ വെച്ച് അടി ഞങ്ങൾ അവിടെ വെച്ച് കിട്ടി. അവിടെ വെച്ച് ആ. അയ്യേ. അവിടെ ഇടിയും മഴയൊക്കെ ഉണ്ടോടാ? ആ അവിടെ ഇവിടെ മഴ ഇടിയൊക്കെ ഉണ്ട്. എന്തൊക്കെയാണോ നമുക്ക് പുതിയ ഗ്യാങ്ങിനെയൊക്കെ വിഷയാണെന്നുള്ള രീതിയിൽ പോയൊക്കെ തല്ലിയാലോ? മനസ്സിലല്ലേ? അതല്ല എപ്പോഴും തല്ലുന്നതിനെ കുറിച്ച് നമുക്കത് ശീലമായി പോലെയാണോ? തല്ലുകൂടിയാന്നും പറഞ്ഞു. അണ്ണു ലാസ്റ്റ് നമ്മള് തല്ലി എന്നാ 28 ദിവസം മുമ്പ് ആലോചിച്ച്. 28 ദിവസം മുമ്പ് തല്ലിയതാണോ? ആ പിള്ളേർക്കൊക്കെ ആ ഒരു ഫോം അങ്ങ് പോത്തില്ലേ? ഞാനൊരു കാര്യം ചെയ്യാൻ എന്തെങ്കിലും സെറ്റ് ചെയ്ത് തരാം. പോന്ന എന്തിനു കിട്ടണ്ട, ഇതിപ്പോ TV ആന്ന് അറിയുമ്പോഴേ മനസ്സിലായ. ഓ